അന്നത്തെ കാലത്ത് ഡീഫോഗർ ലൈൻസും റിയർ വൈപ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പാൻ സൺറൂഫ് 1994 കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 1994 നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അന്ന് ജനിച്ചവരാണെങ്കിൽ കേട്ടോ, ജനിക്കാത്തവരാണെങ്കിൽ ജനിച്ചിട്ടില്ല എന്നൊരു കമൻറ്റ് ചെയ്താൽ മതി. അത് പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 വാഹന വിപണിയിലേക്ക് വന്ന, അതായത് അന്ന് ജനിക്കാത്ത ആളുകൾക്ക് മുമ്പേ വാഹന വിപണിയിലേക്ക് വന്ന ഒരു വാഹനത്തെ പരിചയപ്പെടുത്താനാണ്. അതാണ് 1994 റേഞ്ച് റോവർ വോഗ് SE എന്ന് പറയുന്ന മോഡൽ. ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ഒരു മോഡലാണ്. വാഹന വിപണിയിലേക്ക് വന്ന് ഒരുപാട് ചരിത്രം രചിച്ച മോഡലാണ്. ഒരുപാട് തലമുറകളെ കണ്ട മോഡലാണ്. ഒരുപാട് കഥ പറയാനുള്ള മോഡലാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതാണ് റേഞ്ച് റോവർ 1994 മോഡൽ. ഇതിൻ്റെ ഏറെക്കുറെ പാർട്ടുകളും സ്റ്റോക്കാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു പഴയ റെട്രോ ക്ലാസിക് റേഞ്ച് റോവർ ലുക്ക് നല്ല രീതിയിൽ കാണാം. വലിയ ഗ്രില്ലുകളായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്ക്വയറിഷ് ടൈപ്പ് കാണാം. ഈ ഹെഡ് ലാമ്പ് ഇവർ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഹെഡ് ലാമ്പ് അല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സിസ്റ്റത്തിൽ വന്നേക്കാണ്. ഇൻഡിക്കേറ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് റോവർ എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ബമ്പർ യൂണിറ്റും കാര്യങ്ങളുമാണ്. ഇവിടെ ശരിക്കും ഒരു ലാമ്പ് വരാറുണ്ട്, അതിൻ്റെ ഓണേഴ്സ് ഒഴിവാക്കിയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് വിഞ്ചിൻ്റെ ഏരിയാസും കാര്യങ്ങളൊക്കെ കാണാം. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് പോലത്തെ ഒരു ഹൗസിങ്ങും അതുപോലെ തന്നെ ആ ഒരു എയറോ ഡൈനാമിക് പാർട്ടുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. മൊത്തത്തിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസിക് ലുക്കാണ് ഈ വാഹനത്തിനുള്ളത് എന്ന് പറയാം. ഈ ഒരു ലുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്നൊക്കെ പഴയ വീഡിയോകളിലൊക്കെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി വളരെ റെയറാണ്. ഞാൻ കേരളത്തിൽ വേറെ ആരുടെടുത്തും അങ്ങനെ ഈ മോഡൽ സ്പോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തും യൂട്യൂബറും കൂടി ആയിട്ടുള്ള ഹാഷ്യർ കാലോഡിയാണ് എനിക്ക് ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ താങ്ക്സ് ടു ഹാഷ്യർ. പുള്ളി അയച്ചപ്പോഴാണ് ഞാനും ഇത് കാണുന്നത്. ഇതിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ പോലും അത്ര അധികം വീഡിയോസൊന്നും എവിടെ അങ്ങനെ പോസ്റ്റ് ചെയ്തും കണ്ടില്ല. അവരെ ഞാൻ പരിചയപ്പെടുത്താം, ആ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗം നോക്കി അതിങ്ങനെ ടോപ്പിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു റെട്രോയിഷ് ഫീൽ വരുന്നുണ്ടല്ലേ. ഇങ്ങോട്ട് നോക്കൂ, ഒരു എയർ സക്കിങ് ഏരിയയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് അത് എഞ്ചിനിലേക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് വിൻഷീൽഡിൻ്റെ ഈ ഒരു ഇതും കൊടുത്തിരിക്കണം. അപ്പോൾ വെള്ളമടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പോകില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. ചെറിയ വൈപ്പർ യൂണിറ്റുകൾ കാണാം. ഇപ്പോഴത്തെ വൈപ്പറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ ശരിക്കും ഇത് കാണുമ്പോൾ ആലോചിക്കണം. വൈപ്പറിന് മാത്രമല്ല കേട്ടോ, ഒരുവിധം കാര്യങ്ങളുടെ ഒക്കെ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. 1981 കാലഘട്ടങ്ങളിലാണ് റേഞ്ച് റോവർ 3 ഡോർ വെർഷനിൽ നിന്ന് മാറിയിട്ട് 5 ഡോർ വെർഷനിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1994 ആണ്. സോ വി ഹാവ് എ 4 ഡോർ. അതിന് മുമ്പൊക്കെ അതായത് ഈ ഒരു ജനറേഷനിൽ തന്നെയാണ് 4 ഡോർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 81 കാലഘട്ടങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. വീല് കാണാം, റേഞ്ച് റോവർ തന്നെ ഒരു സ്റ്റോക്ക് വീൽ സിസ്റ്റം. അത് ബോഡി കളർ, ഈ കളർ ഇവർ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ടയർ ഒബ്വിയസ്ലി പുതിയതാണ്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം. അന്നും റേഞ്ച് റോവർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിങ്ങനെ ഇളകും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഇളകുന്നൊന്നുമില്ല. സൈഡ് വ്യൂ മിറർ മാനുവലാണ്, ഫുൾ സ്റ്റോക്ക് സെയിം പാറ്റേണിലാണ്. ഡോർ ഹാൻഡിൽസ് നോക്കിയാൽ ആ ഒരു റെട്രോയിഷ് സാധനമല്ലേ, ശരിക്കും ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്, പക്ഷേ പഴയതാണ് എന്ന് മാത്രം. സി പില്ലറും ബി പില്ലറും ഒക്കെ ഭയങ്കര നാരോ ആയിട്ടുള്ള പില്ലേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നൈസ് ലോങ് വീൽ ബേസ് ആണ്. ഇതും ഈ ഒരു ജനറേഷനിൽ വന്നിട്ടുണ്ടായിരുന്നായിരുന്നു, അതായത് കുറച്ചുകൂടി ലോങ് വീൽ ബേസ്ഡ് കാർസ്. ലേറ്റസ്റ്റ് കാറുകളിൽ നമ്മളിപ്പോഴും പറയുന്നു റിയർ വൈപ്പർ ഇല്ല, ഡീഫോഗർ ലൈൻസ് മിസ്സിങ് എന്നൊക്കെ പറയുന്ന സമയത്തും അന്നത്തെ കാലത്ത് ഡീഫോഗർ ലൈൻസും റിയർ വൈപ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് സ്പ്ലിറ്റാണ്. ഈ 80, 81, 85 അതായത് സെക്കൻഡ് സീരീസ് സമയത്താണ് ഇങ്ങനത്തെ ഒരു സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിപ്പോഴും കണ്ടിന്യൂസ് ആണ് അല്ലേ. പല മോഡലിനകത്തും ഇങ്ങനെ സ്പ്ലിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. റേഞ്ച് റോവറിൻ്റെ ലെറ്ററിങ് കാണാം. റേഞ്ച് റോവറിൻ്റെ ലെറ്ററിങ് ഒക്കെ ശരിക്കും ഭയങ്കര ടൈംലെസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പുതിയതിനകത്തും സെയിം തന്നെയാണ്. ഇവിടെ ഒരു വോഗ് SE സ്റ്റിക്കറിങ് കാണാം. ആക്ച്വലി ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ആയിട്ടുള്ള മറ്റേ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പറഞ്ഞു പോയി എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്കിഷ്ടമായി, ഇതിൻ്റെ ഓണേഴ്സ് ഇത് ഭയങ്കര വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇനി ഞാൻ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ആക്ച്വലി ഇതിങ്ങനെ ഇവിടെ നിൽക്കും, എന്നിട്ട് ഇതിനകത്തുകൂടി കൈയിട്ടിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. ഇത് ഏറ്റവും പുതിയ വോഗിനകത്തും സെയിം ടെക്നോളജിയാണ് നമ്മൾ അന്ന് ഇതിനകത്തൊക്കെ ഇരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ പിന്നെയും കുറേ എലമെൻറ്റുകളൊക്കെ വന്നു, ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര നൈസായിട്ട് ഇതാവുന്നുണ്ട്. ഇവിടെ ഒരു വിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് അതവിടെ നമ്മളിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്പെയർ വീല് ഇവിടെയാണ്. ശരിക്കും ഇതൊരു മറ്റൊരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി. ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു ബൂട്ട് കപ്പാസിറ്റിനെ വല്ലാണ്ട് കാർന്ന് തിന്നാതെ ആ ഒരു സ്പെയർ വീൽ അവിടെ നിൽക്കും. അതിനൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്.
ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചേട്ടാ, ഈ വൈപ്പറില്ലേ ഇതിവിടെ നിന്നിട്ടും ഇത് പൊക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ആക്ഷൻ എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ്. ഓരോരോ വൈബ് വെറൈറ്റികളിലെ ഓരോ വണ്ടികൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ വെറൈറ്റിയാണ്. സീറ്റിനെ കുറിച്ച് പറയാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സോഫ സ്റ്റൈൽ കുഷ്യനോട് കൂടിയിട്ടുള്ള സീറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ വാഷറിൻ്റെ ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. AC വെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ 4 ഗേജസ് ആണ്. ടെമ്പറേച്ചർ, ഫ്യൂൽ ഗേജ്, പിന്നെ RPM, അതുപോലെ തന്നെ സ്പീഡോമീറ്ററും RPM വളരെ വലുതാണ്. എവിടെയും റെഡ് ലൈൻ ചെയ്തിട്ടില്ല RPM കേട്ടോ. എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം എന്നുള്ളതാണ്. അതുപോലെ സ്റ്റിയറിംഗ് വീല്, നൈസ് പഴയ ലാൻഡ് റോവർ സ്റ്റിയറിംഗ് വീല്, ഹോണ് ഇതാണ്. പക്ഷേ ഇപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി വേറൊരു കാര്യം, ഇവിടെ നമുക്ക് സൺറൂഫും അവൈലബിൾ ആട്ടോ. ഒരു സിംഗിൾ പാൻ സൺറൂഫ് 1994 കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ്. ഡാഷ്ബോർഡ് പരിശോധിക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു റെട്രോ ഫീൽ തന്നെയാണ് ഇതിനകത്ത് എനിക്ക് കിട്ടുന്നത്. SRS എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. SRS എയർ ബാഗ്, അതൊരു സെപ്പറേറ്റ് ഏരിയ പോലെ കൊടുത്തേക്കണമെന്നാണ് അതിന് ഓപ്പൺ ആയിട്ട് വരാൻ. അതുപോലെ ഇവിടെ ഒരു വുഡൻ ട്രിം കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ്, ലോക്കബിൾ ഗ്ലോ ബോക്സ് ആണ്. അതുപോലെ AC വെൻറ്റ് കാണാം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം അന്ന് ഇത്ര തന്നെയാണ് ഉള്ളത്. ACയുടെ കൺട്രോൾസ്, ഒരു ആസ്ട്രേ ബോട്ടിൽ, ഒരു ക്ലോക്ക്, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബട്ടൺസ് ഒക്കെ നോക്കിയാൽ ഭയങ്കര അല്ലേ, ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇവിടെ നമുക്ക് സിസർ എത്തിക്കാനുള്ള ഓപ്ഷൻ കാണാം. 4x4, ഇതൊരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ്, അതിൻ്റെ ഒരു ഇത് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കൺട്രോളും നമുക്കിവിടെ കാണാം. സെൻട്രൽ ടണലൊക്കെ ഭയങ്കര വിശാലമായിട്ടുള്ള സെൻട്രൽ ടണലാണല്ലേ. സെക്കൻഡ് റോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഡോറിനെ കുറിച്ചും കൂടി പറയാം. ആക്ച്വലി ഇതിനകത്ത് പ്ലാസ്റ്റിക് എലമെൻറ്റുകളാണ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതിങ്ങനെ കൊടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലക്ഷറിയസ് വാഹനമായിട്ടായിരുന്നില്ല ലാൻഡ് റോവർ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവരുടെ പർപ്പസ് ഓഫ് റോഡിങ് മെഷീൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ തുടച്ചെടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയിലാണ് ഇവർ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ കുറച്ചും കൂടി ലക്ഷറിയസ് എലമെൻറ്റുകൾ ആഡ് ചെയ്തതാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇതിനെ ക്രമീകരിച്ചത്. സെക്കൻഡ് റോയിലേക്ക് വരാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം, സീറ്റ് ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറിയ സീറ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. തലമുട്ടും നോക്കിയാൽ എനിക്ക് നേർന്നിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കാം. പക്ഷേ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് തലമുട്ടുന്ന പ്രശ്നമുണ്ട്. ലെഗ് റൂം ഈ സീറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിൽ കിട്ടുകഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എന്നാലും ഒരു ചെറിയ കൺജഷൻ ഫീലിംഗ് ഉണ്ട്. സെൻട്രൽ ടണലും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാം. ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംബ്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മുതലുണ്ട്. പക്ഷേ എന്നാലും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിലത്ത് തട്ടി നിൽക്കുമെന്നല്ല, പൊക്കുമുണ്ടോ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. നൈസ് ടെക്നോളജിയാന്ന് പറയില്ലേ, ആ ഒരു സിസ്റ്റമാണ്. നൈസ്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് എന്നതാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ടർബോ ചാർജ്ഡ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ. 112 HP പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. പഴയകാല എഞ്ചിൻ ക്യാബിൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലത്തേക്ക് വരുമ്പോഴാണ് ഇത് കുറേയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഫ്യൂസ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്, കൂളിംഗ് ടർബോൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. നൈസ്. വാഷർ ഫ്ലൂയിഡിൻ്റെ ഒക്കെ നോക്കി അതൊക്കെ എത്രമാത്രം പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കിത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അടിപൊളി. ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ, യെസ്, നൈസ്. ഇത് മൊത്തം ഓപ്പണായിട്ട് വരുന്ന തരത്തിലാണ്. കൂൾ, അടിപൊളി. ഇതാണ് ഷമീർക്കൻ്റെയാണ് ഈ വാഹനം. വെൽക്കം ടു അവർ ചാനൽ. ഷമീർക്ക ശരിക്കും AR നഗറുകാരനാണ്, മലപ്പുറം ജില്ലയിൽ, അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി, കൊണ്ടോട്ടി എയർപോർട്ട് കേട്ടോ. ഓക്കെ, ശരിക്കും എന്ത് ചെയ്യണം? ഞാൻ ഖത്തറിൽ മെക്കാനിക്ക് വർക്ക് ചെയ്യും, വർക്ക്ഷോപ്പാണ് നടത്തുന്നത്. ഈ വണ്ടി എന്നാണ് വാങ്ങിയത് ശരിക്കും? ഇത് ഒരു 9 വർഷമായി വാങ്ങിയിട്ട്. 9 വർഷമായി. എവിടെ നിന്നാണ് വാങ്ങിയത്? ഇത് പൊള്ളാച്ചി. ഇങ്ങനെ ഒരു വണ്ടി വാങ്ങാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ഇല്ല, ഞാൻ ഖത്തറിലൊക്കെ ഇതുമാതിരി വണ്ടികൾ കണ്ടിട്ട് ഇതിന് വർക്ക് ചെയ്യലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെന്നൈ, ബോംബെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതന്നെ വാങ്ങണം എന്ന് വിചാരിച്ച് നടന്നതാണോ അതോ യാദൃശ്ചികമായി കണ്ടപ്പോൾ വാങ്ങിയത്? അല്ല, ഇത് വാങ്ങണമെന്ന് ഒരു പൂതി, അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇത് ശരിക്കും ആരെ കയ്യിലായിരുന്നു നിങ്ങൾ വാങ്ങണത്? അത് അവിടെ ഒരു കറക്റ്റ് അറിയില്ല, നമ്മൾ ഒരു ഇങ്ങനെ പോയി പെട്ട് അങ്ങനെ ഒരു അയാളെ വിൻറ്റേജ് വണ്ടികൾ കുറേ വണ്ടികളുണ്ട്.
9 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എത്ര പൈസക്കാവും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക റിവീൽ ചെയ്യാൻ പറ്റുമോ? അത് പറയണ്ട. ഓക്കെ. ഇനി വേറൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി പ്രത്യേകിച്ച് 1994 എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പാർട്സ് അവൈലബിൾ ആയിരിക്കുമോ? അപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ അവൈലബിൾ ആക്കുന്നത്? പാർട്സ് ഇത് ഇവിടെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കിട്ടും, ഓർഡർ ചെയ്താൽ വരും. അല്ലെങ്കിൽ ദുബായിൽ, ഖത്തറിൽ അവിടെ ഒക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഖത്തറിൽ നിന്ന് സ്പെയർ കൊണ്ടുവരുന്നുണ്ട്. എക്സ്പെൻസീവ് ആണോ അത് കൊണ്ടു നടക്കുന്നത്? എക്സ്പെൻസീവ്, ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ചില സാധനം ഇപ്പോൾ ബുഷ് അങ്ങനത്തെ ബ്രേക്ക് പേഡ് അങ്ങനത്തെ ഒന്നും എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ ഇന്ത്യയിൽ സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് കൂടുതൽ ഒറിജിനൽ. വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി 9 വർഷമായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിലുണ്ട്. പക്ഷെ അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ കൂടുതൽ പുറത്ത് അങ്ങനെ ഇറക്കില്ല. ഞാൻ വരുമ്പോ ഒരു മാസത്തിൽ ചിലപ്പോൾ റൗണ്ട് ചെയ്ത് അവിടെ വെക്കും. അങ്ങനെയാണ്. അല്ല, എൻ്റെ കൂട്ടുകാരനുണ്ട്, അവന് ഇതേപോലെ എടുക്കും. അങ്ങനെ ആ ഒരു വൈബിൽ കൊണ്ടുനടക്കുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് കണ്ടിട്ടില്ല. ആകെയുള്ള നമ്മളെ നിഹാലിന്റെ അക്കൗണ്ടിൽ കുറച്ച് 2-3 വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം അവന് പറഞ്ഞല്ല ഇത് പുറത്തു വിടണമെന്ന് നിർബന്ധിച്ചത്. ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇഷ്ടപ്പെട്ട പിന്നെ ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളും, പിന്നെ AC കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള കുറേ കാര്യങ്ങൾ അന്ന് കാലം തന്നെ ഈ വണ്ടിയിലുണ്ട്. പിന്നെ ഇതൊക്കെ ABS ബ്രേക്കാണ്. ഭയങ്കര അടിപൊളിയാണ്. ABS ബ്രേക്കാണ്. പഴയ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം ഇതിൽ. നിങ്ങൾ ശരിക്കൊരു പഴയ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണോ പുതിയ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഞാൻ അധികം പഴയ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിന് കാരണം എന്താണ്? ഒന്നില്ല, പഴയ വണ്ടി കാര്യം ഇപ്പോൾ ബോഡി സ്ട്രോങ്ങും ചേസും കാര്യങ്ങളും സ്ട്രോങ് പഴയ വണ്ടികൾ. നിങ്ങളൊരു മെക്കാനിക് ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. പഴയ വണ്ടി നന്നാക്കാനാണോ പുതിയ വണ്ടി നന്നാക്കാനാണോ എളുപ്പം? ഇപ്പോഴത്തെ ഈ വണ്ടികൾ വെച്ചാൽ പഴയ വണ്ടീൻ്റെ ഒക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയതിൻ്റെ ഒക്കെ പാർട്സ് മാറ്റിക്കോളണം. നമുക്ക് റിപ്പയർ ചെയ്ത് പിന്നെയും കൊണ്ട് നടക്കാം. അത് ആ റീപ്ലേസ്മെന്റ് ചെയ്യണം. കുറെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പുതിയ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ഡീലർഷിപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ റീപ്ലേസ് ഇതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിലും അതുപോലെ തന്നെ ഈ വണ്ടി അധികം ഷൂട്ടിന് കൊടുക്കാറില്ല. ഈ വണ്ടി ഷൂട്ടിന് ബന്ധപ്പെടാൻ എൻ്റെ ഒരു ഷൂട്ടിന് കണ്ട ആളുകൾ കുറെ വരണ്ടേ. ഇനി വേറെ ചോദ്യം കൂടെ എന്നോട് ചോദിക്കരുത്, സെല് ചെയ്യോ? കാരണം ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരാൻ സാധ്യത ഉള്ളതാണ് ഈ വണ്ടി ബുക്ക് സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല കൊടുക്കും. മൂപ്പരെ ബന്ധപ്പെട്ടാൽ മതി. നിഹാലിന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇല്ലേ? അല്ല, നിഹാലിന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഹാൽ എന്ന് പറഞ്ഞാൽ ആരാ ചോദിക്കണം? നിഹാലുവാ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹാഷിർ കാലുടി, യൂട്യൂബറാണ്. അദ്ദേഹമാണ് എനിക്ക് നിഹാലിനെ പരിചയപ്പെടുത്തി തന്നത്. നിഹാലിന്റെ ഇൻസ്റ്റാഗ്രാം ID അയച്ചു തന്നു. ഞാൻ നിഹാലിന് മെസ്സേജ് അയച്ചു, നിഹാലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ്. സിസ്റ്റർ മകനാണ്. അതെ. അപ്പോൾ പറഞ്ഞു എൻ്റെ അല്ല, എൻ്റെ അമ്മോൻ്റെ ആണെന്ന് പറഞ്ഞു. അമ്മോൻ്റെ വണ്ടിയാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, മൂപ്പർ അങ്ങനെ ഷൂട്ടിനൊന്നും കൊടുക്കില്ല. പക്ഷേ നിഹാൽ നിർബന്ധിച്ച് നമുക്ക് ഷൂട്ടിന് വാങ്ങി തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിഹാലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിഹാലിനെ ബന്ധപ്പെട്ട്. നിഹാൽ എന്ത് ചെയ്യണം? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. സോ താങ്ക് യു സോ മച്ച് മാൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് 1994 മോഡൽ റേഞ്ച് റോവർ വോഗ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.